അന്ന് കാണാൻ പറ്റാതെ പോയ ആൾക്കാർ, അല്ലെങ്കിൽ അന്ന് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഈ സിനിമ VCR-ലും TV-ലും ഒക്കെ കാണുന്ന സമയത്ത് ഇത് ഒരു തവണയെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവില്ല. അവർക്കുള്ള ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണിത്. ഇപ്പൊ കഴിഞ്ഞ വർഷം കേരളപ്പിറവിയോടനുബന്ധിച്ചുള്ള തിരുവനന്തപുരത്ത് ഒരുപാട് സിനിമകൾ ഇറക്കിയിരുന്ന സമയത്തായിരുന്നു ഈ ഒരു പടം, ഈ പടത്തിന് കിട്ടിയ റെസ്പോൺസിൽ നിന്നാണ് കൂടുതലും 4K റീമാസ്റ്റർ ചെയ്തിട്ട് ഈ പടം റിലീസിന്റെ ആ ഒരു വക്ക് വരെ എത്തിയത്. പിന്നെ ഇതിൽ പറയേണ്ടത്, ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് സിനിമ കാണാൻ പോയത്. അമ്മ അന്നത്തെ കാലഘട്ടം 93-ൽ ഈ സിനിമ റിലീസായ സമയത്ത് 3 തവണ അമ്മ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. ഈ സിനിമ അത്ര ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാറുണ്ട്. അപ്പൊ അമ്മേനെ കൊണ്ടുവന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 4-ാമത്തെ തവണയായപ്പോൾ ഞാൻ ഈ മൂവി കാണുന്നത് എന്നുള്ളത്. സോ അത്രത്തോളം ജനറേഷൻ ഇങ്ങനെ പോകും തോറും ഈ ഒരു സിനിമ റെഫറൻസ് ആണ് മൂവി മേക്കേഴ്സിനായാലും, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഓരോരോ സൈഡ് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ. ഇപ്പൊ ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ മൊത്തം ആ ഒരു മേക്കിംഗ് സ്റ്റൈലായാലും ഓരോ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഒക്കെ വളരെ ലെജൻഡുകളായിട്ടുള്ള ഒരു